ഗൈസ്, അപ്പോൾ നമ്മൾ 37 വീക്സ് കംപ്ലീറ്റ് ആയി. ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾ ഫുള്ള് ഞങ്ങൾക്ക് സ്ഥിരം മറ്റേ കൊറിയർ വരും. ഡെയിലി കൊറിയർ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ 2 കൊറിയർ വീതം നമുക്ക് സ്ഥിരം ഉണ്ടാവും അല്ലേ? എന്തൊക്കെയാ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത്? നമ്മളെല്ലാം നമ്മൾക്ക് മീൻസ് ആശുപത്രിയിലേക്കും ബേബിക്കും വേണ്ടിയിട്ടൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ. അതെ, നമുക്ക് ഇനിയിപ്പം നമുക്ക് ഇവിടെ UK നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് എല്ലായിടത്തും വേണമല്ലോ. ഈ നാട്ടിലൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഓരോരോ സ്റ്റോറുകാർ നമ്മൾ ചുമ്മാ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് പാക്ക് ബണ്ടിലായിട്ട് കിട്ടും തോന്നുന്നു. കുറെ പേര് വിൽക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുന്നുണ്ട്. നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് മിഡ് വൈഫ് നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ബേബിക്കും മനുവിനും വേണ്ടിയുള്ള സ്റ്റഫുകളെല്ലാം. മനുവും മാത്രല്ല, എനിക്കും വേണ്ടിയിട്ടുള്ള അല്ലേ? പക്ഷെ നമ്മളൊരു ചെറിയ ബാഗിലാക്കി. അതെ. അപ്പം അതെല്ലാം നമ്മൾ വാങ്ങി. അല്ലെങ്കിലും അവര് മറ്റേ ബർത്തിങ് പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്തുവായിരുന്നു? മറ്റേ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പാട്ട് കേൾക്കുന്ന സാധനം, സ്നാക്സ്, ബുക്ക് വായിക്കാൻ, ബുക്ക് എടുക്കുക, അങ്ങനത്തെ ഭയങ്കര രസമാട്ടോ. മറ്റേ പാർട്ട്നേഴ്സ് ഒരു സുഖമാണ്. അപ്പൊ നമ്മള് ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വാങ്ങിയ ഡ്രസ്സുകളെല്ലാം നമ്മൾ അലക്കി വൃത്തിയാക്കി മടക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള സ്റ്റഫുകളെല്ലാം നമുക്ക് പെട്ടിയിലാക്കണം. നമ്മളത് ഇവിടെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പെട്ടിയിൽ കൊള്ളാവുന്ന അത്ര സാധനങ്ങൾ ഉള്ളല്ലേ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മളിവിടെ കുറെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് ഓരോന്നൊക്കെ പേരൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ചെക്ക് ലിസ്റ്റ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്താലും മതി കേട്ടോ. നമ്മളിപ്പം ചുമ്മാ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇനിയും ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കുറെ കാര്യങ്ങൾ. അതെ, നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയി നിൽക്കാം. അതെ, ഇനി എങ്ങനെ വാട്ടർ ബ്രേക്ക് ആയി ഓർഡറല്ലോ അല്ലേ? രസമല്ലേ? പേരൻസ് ഇല്ലാണ്ട് നമ്മൾ തന്നെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം അല്ലേ? അല്ല, അതേ ഉദ്ദേശം. നാട്ടിൽ നമ്മൾക്ക് പേരൻസ് ഒക്കെ ഉണ്ടായിരുന്ന ചിലപ്പോ എനിക്ക് അവരായിരിക്കും. ഉറപ്പല്ലേ? ഇതിപ്പോ നമ്മളെല്ലാം അറിയുന്നുണ്ടല്ലോ. നമ്മൾ ഓരോ സ്റ്റേജസും നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബേബിയുടെ വേണ്ട നാപ്പീസ്, വൈപ്സ്, നാപ്പി സാക്സ്, അങ്ങനത്തെ പരിപാടികളാണ്. അതെടുക്കുന്നത് ഇതെല്ലാം നമുക്ക് MRCന്ന് കിട്ടിയത് കാരണമല്ലേ? എല്ലാ സാമ്പിൾ കിട്ടിയത് കാരണം സംഭവങ്ങളൊക്കെ MRCന്ന് കിട്ടിയതാണ്. കുറെ പൈസ സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ആശുപത്രി പോകുമ്പോൾ നമുക്ക് വലിയ ബോക്സ് ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ചെറിയതാണെങ്കിൽ നിങ്ങൾ UK ഉള്ളവരാണെങ്കിൽ MS ഡയറി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ അകത്ത് നമ്മൾ കയറുവാണെങ്കിൽ ഒരുപാട് സ്റ്റഫ് അമ്മയ്ക്കും മകനും ബേബിക്കും ഉള്ള സ്റ്റഫ് കിട്ടും. അത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇതേപോലെയൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് ഈ 2 സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ആ ഒരു MS ഡയറിന്ന് കിട്ടിയതാണ് ഫ്രീ ആയിട്ട്. പറ്റുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ എപ്പോഴും ഇതേപോലെ ഓരോ പാക്കായിട്ട് പാക്ക് ചെയ്ത് വെക്കുക. കാരണം എന്തായാലും അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതി വെച്ചത്? അല്ല, നമ്മൾ ആ സമയത്ത് ഞാനായിരിക്കില്ലല്ലോ ബാഗ് ഓപ്പൺ ചെയ്യുന്നത്. അവർക്ക് അറിയാൻ വേണ്ടിട്ടല്ലേ. നല്ല. പക്ഷെ ഇനിന്ന് കുറെ സാധനങ്ങൾ വാങ്ങി കാരണം എല്ലാത്തിനും കവറും ഉണ്ട്. അപ്പൊ എല്ലാത്തിലും എഴുതി വെച്ചാൽ മതി. പിന്നെ നാപ്പി റാഷ് ക്രീം, ഇത് സുഡോ ക്രീം അല്ലേ? സുഡോ ക്രീമും ബോഡി ലോഷനും ആണ്. പ്ലാനൽസ് പരിപാടി വാങ്ങിയിട്ടുണ്ടല്ലേ? അവനെ തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സോഫ്റ്റ് തുണി. പിന്നെ ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ് എന്തായാലും ഇതാണ് നമ്മുടെ ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു വൈറ്റ് കളറിലെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്യൂട്ട് പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കാർ സീറ്റിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് കംഫി ആയിട്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ. നെക്സ്റ്റ് മിഡ്സ് ആൻഡ് ഹാറ്റ്സ്. ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടുത്തെ സോക്സും കാര്യങ്ങളും ഡ്രസ്സും വെസ്റ്റും എല്ലാം ഉണ്ട് ഇതിന്റെ അകത്തല്ലേ? വെസ്റ്റ് ഉണ്ട്, പിന്നെ സോക്സ്, മിഡ്സ്, പിന്നെ ഹാറ്റ്സ്, അങ്ങനെ എല്ലാ സാധനവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു ബാഗിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലാങ്കറ്റ് നമ്മൾ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിയുള്ളൂ. ഇനി സ്ലിം ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. അതും രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാർ സീറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടെണ്ണം. ബേബി സൂട്ട്സ്, സ്ലീപ്പ് സൂട്ട്സ്, ഇതും നമ്മളൊരു 3-4 എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇത്ര വേണ്ടി വരുമോന്ന് അറിയില്ല. അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഇനി ഇതെല്ലാം ഈ പെട്ടിയിൽ നിറയുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാം കൂടെ ഇത് ബേബിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പെട്ടി എടുക്കേണ്ടി വരും. നിനക്ക് വേറെ പെട്ടി എടുക്കേണ്ടി വരും തോന്നുന്നു. നമ്മളെ കുഞ്ഞു പെട്ടിയായി പോയാൽ നമ്മുടെ വലിയ പെട്ടി എടുക്കേണ്ടി വരുമോ? എന്റെ മീഡിയം എടുക്കണം, ഇത് സ്മോളാ. എന്തായാലും നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞങ്ങൾ ബേബിന്റെ സ്റ്റഫ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ബേബിന്റെ സ്റ്റഫ് എല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചല്ലേ? ഇനിയിപ്പം
സെറ്റായല്ലേ. ഇനിയിപ്പോ അനുവിന്റെ സ്റ്റഫുകളാണ്. എനിക്ക് തോന്നുന്നു അനുവിന് ഏറ്റവും കൂടുതൽ കുറെ സാധനങ്ങളുള്ളതെന്ന് തോന്നുന്നു ബേബിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ അകത്ത് അല്ലടി ലിസ്റ്റ് പ്രകാരം നോക്കുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ബർത്ത് പ്ലാൻ, അതായത് നമ്മുടെ റെഡ് ബുക്ക് അല്ലേ, അത് നമ്മുടെ റെഡ് ബുക്ക് ഒന്ന് കാണിച്ചേ. നമുക്ക് കഴിഞ്ഞ ദിവസമേ സോഷ്യൽ വർക്കർ വന്നപ്പോൾ നമുക്ക് റെഡ് ബുക്ക് കൊണ്ടുവന്ന് തന്നു. ഇതാണ് ഇവിടുത്തെ ബേബിന്റെ റെക്കോർഡും കാര്യങ്ങൾ. ഇത് കണ്ട ബേബിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബേബിന്റെ റെക്കോർഡുകളെല്ലാം നമ്മൾ ഈ ഒരു ബുക്കിലാണ് നമ്മൾ അവൻ വളർന്ന വരെ അല്ലെ ബേബി വളർന്ന വരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബുക്ക് നമ്മൾ എന്തായാലും എടുത്ത് വെക്കേണ്ട ഒരു സാധനമാണല്ലേ. അപ്പം റെഡ് ബുക്ക് അതൊക്കെ നമ്മൾ വേറൊരു ബാഗിലായിരിക്കും അല്ലേ, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ്. അപ്പൊ ഇതാണ് അനുവിന്റെ ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അവര് ഒരു ഡ്രസ്സിംഗ് ഗൗൺ. ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല, ചൂടായിരിക്കും അല്ലേ, ഹോസ്പിറ്റലിൽ എപ്പോഴും ചൂടായിരിക്കും. ഓക്കെ, അതെ. ഇത് അനുവിന് എവിടെ നിന്ന് ഇതാണ്? എനിക്കിത് ആശുപത്രിയിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്താണ്. അനു എന്താ നല്ല പ്രസവത്തിന് പോകുന്നതിന് മുമ്പ് നല്ല ചെരുപ്പിട്ട് അടക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും കൂടെ സ്റ്റാഫുകൾ എല്ലാവരും കൊടുത്താണ് അനുവിന്. നല്ല ഒരു ചെരുപ്പും കൊടുത്തു, ലൈക്ക് ഒരു ഇത് കണ്ട ആ ഒരു ബൊക്കയും കൊടുത്തായിരുന്നു. അത് ഞങ്ങള് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണല്ലേ. അത് ഇപ്പൊ വാടി. കാർഡ് ഉണ്ടായിരുന്നു. കാർഡ് കണ്ടില്ലല്ലോ ഞാൻ. ഇത് ഞാൻ കണ്ടില്ലല്ലോ തുറന്ന്. ഇത് വലിയ കാർഡാണല്ലോ ഇത്. ഇത് നീ എന്നെ കാണിച്ചില്ലല്ലോ. എഴുതാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഓ ഇത് കൊള്ളാലോ, ലിവിംഗ് ടു ഹാവ് എ ബേബി. ഇത് കൊള്ളാലോ. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഓരോരുത്തരുടെ മെസ്സേജ് അല്ലേ, എല്ലാവർക്കും എഴുതാൻ, പക്ഷെ സമയം കിട്ടിയിട്ടില്ല. എന്തൊക്കെയാ മെയിൻ ആയിട്ട് എഴുതിയേക്കണേ? എല്ലാരും ഇതൊക്കെ തന്നെ എൻജോയ് ചെയ്യാം. വിഷ് യു ബിക്കം എ ന്യൂ മദർ, എൻജോയ് എ ന്യൂ വേൾഡ്. അമ്പോ അത് കൊള്ളാലോ. അപ്പൊ അനുവിന്റെ സ്റ്റാഫുകളെല്ലാം എഴുതിയൊരു ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഇതിന്റെ അകത്ത് പറയുന്നത് ഹെയർ ബബിൾസ് ആൻഡ് ക്ലിപ്സ്. അതൊക്കെ നമ്മൾ പിന്നെ എടുത്ത് വെക്കും. നമ്മൾ വേറെ ബാഗ് എടുക്കുന്നു പറഞ്ഞാൽ അതിലായിരിക്കും അതൊക്കെ വെക്കുന്നത് അല്ലേ. ഓക്കെ, ക്ലോത്തിങ് അതുപോലത്തെ സാധനങ്ങളെല്ലാം, അതായത് മറ്റേ പെർഫ്യൂം, മേക്കപ്പ് സെറ്റ്, ഡിയോഡ്രന്റ്, മീൻസ് ലിപ് ബാം വേണോന്ന് അവര് പറഞ്ഞായിരുന്നു. കാരണം ഈ സമയത്ത് നമുക്ക് ഡ്രൈ ആവും നന്നായിട്ട്. പിന്നെന്തൊക്കെയാ മറ്റേ ഇത് ഹെയർ ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങള്, ഡിയോഡ്രന്റ്, പെർഫ്യൂം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേറൊരു ബാഗിലായിട്ട് അടിപൊളിയല്ലേ. പിന്നെ അതിന്റെ അത് പറയുന്നത് ക്ലോത്തിങ് ഫോർ ആഫ്റ്റർ ബർത്ത് ആൻഡ് ടു ഗോ ഹോം. അനുമോള് നല്ല പച്ച എടി. എനിക്ക് ഷർട്ടും പാൻറ് ഒന്നും വാങ്ങിയില്ലല്ലോ. അവൾക്കുള്ളതെല്ലാം വാങ്ങി വെച്ചേക്കുവാണ്. പച്ച കളറിൽ കൊടുത്തും അപ്പൊ അനുമോള് പച്ച കളറിലെ ഷർട്ട് അല്ല ഡ്രസ് ഡ്രസ് വാങ്ങിയാണ്. പാകായിരിക്കാൻ എന്തോ ഇപ്പൊ പാകമല്ലാതുകൊണ്ട് ശരി ഇച്ച പറഞ്ഞത് പ്രസവം കഴിയുമ്പോഴേക്കും പാകാവുന്നതൊക്കെ അതൊക്കെ പാക കൂടി. പിന്നെ മറ്റേണിറ്റി ബ്രായും അണ്ടർവെയറും അതൊക്കെ നമ്മൾ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എടുത്തു വെക്കാന്ന് എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ബ്രസ്റ്റ് പാഡ്സ് കുറച്ചെടുത്ത് നമ്മൾ ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഇതിക്കുള്ളുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ ഒരു പാക്കറ്റിലാക്കിയിട്ട് വെച്ചേക്കുവാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് എമാസ് ഡയറിന്ന് കിട്ടിയ 2 അത് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. അതിന്റെ അകത്ത് കിട്ടി. പിന്നെ പാഡ്സ് അവിടെ കിടക്കണം. നമ്മളൊരു 10 പാഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ മൂന്നെണ്ണത്തിന്റെ പാക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ അത്യാവശ്യം ഇല്ല, അതാ ഞാൻ പറഞ്ഞു. ഈ പെട്ടി ഇപ്പൊ തന്നെ ഫുള്ളായി. എനിക്ക് തന്നെ മറ്റേ നമ്മുടെ ബാഗും കൂടെ എടുക്കാം. ലൈക്ക് അതിന്റെ അകത്ത് അതിൽ ഇടാം, അതും കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് പോസ്റ്റ് ബർത്ത് വാഷ് ബോട്ടിൽ. ഇവിടെ വൈപ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ബർത്തിന് ശേഷം, ആഫ്റ്റർ ബർത്തിന് ശേഷം നമുക്ക് അവിടെ ടീയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേദനയായി പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാരും ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ബോട്ടിൽസ് ആണ്. ഇങ്ങനത്തെ ബോട്ടിൽ. ഇത് സംഭവം നമ്മുടെ മറ്റേ വെള്ളം നിറച്ചിട്ട് ചീറ്റിച്ചാൽ മതി അല്ലേ. ഇതില് നമ്മള് വാം വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴേക്കും പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കും. അങ്ങനത്തെ പരിപാടി കൊള്ളാം. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അത്. പിന്നെ പോസ്റ്റ് ബർത്ത് റിലീഫ് സ്പ്രേ, അതെന്ത് സംഭവം? സ്പ്രേ ഒക്കെ ഉണ്ട്, മറ്റേ ആന്റിസെപ്റ്റിക് സ്പ്രേ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്, ഈ മറ്റേ ഫ്രീഡാമോമിന്റെ ഈ പെരിനിയൽ വിച്ച് ഹേസൽ ഫോമും പിന്നെ ഇതും വിച്ച് ഹേസൽ പാഡ്സും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ എങ്ങനെ സിസേറിയൻ ആവണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. ഇതെന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? ഇതെല്ലാം തിയറുകള് അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിട്ടല്ലേ. പിന്നെ നമുക്ക് ആ സമയത്തുള്ള ആ ഒരു വേദനകളൊക്കെ ഇല്ലേ, അതൊക്കെ. ഇത് കൂടാതെ കുറെ സാധനങ്ങളുണ്ട്. ഐസ് പാക്കുകളുണ്ട്. നമുക്ക് അതൊക്കെ നല്ലതാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഉള്ളത് ഫോൺ ചാർജർ, ഫുഡ് ആൻഡ് സ്നാക്സ്, പിന്നെ നിപ്പിൾ ക്രീം ഉണ്ടല്ലോ. നിപ്പിൾ ക്രീമും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നില്ല. ഇതൊക്കെ നമ്മൾ ക്രീമിന്റെ കൂടെ നമ്മൾ വേറെ ബാഗ് എടുക്കുന്നു പറഞ്ഞാൽ അതിലേക്ക് ഇടാൻ. അതെല്ലാം ഒറ്റ ക്രീം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഇനി ഇതിൽ കൂടുതൽ വേണോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അല്ല പക്ഷെ മറ്റേ നമ്മുടെ മിഡ് വൈഫ് വന്നതിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ പോലും ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് മിഡ് വൈഫ് വന്നതിൽ. മറ്റേ അപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ അകത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് എന്താ പറയുക ഹോസ്പിറ്റൽ ബാഗിൽ നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി സെറ്റ് ചെയ്യാനുണ്ടല്ലേ. ലൈക്ക് അനുവിന്റെ ആവശ്യമായിട്ടുള്ള ബേബീന്റെ എല്ലാം സെറ്റായി. എനിക്ക് മറ്റേ ഇതും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പം
നമ്മൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകൾ അത് വന്നിട്ടില്ല അല്ലേ? അത് വന്നിട്ടില്ല. ഇത് മറ്റേ ഇതെല്ലാം നമ്മൾ ചുമ്മാ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പാന്റും ടോപ്പും ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. അത് ബർത്തിന് ശേഷം ഇടാൻ വേണ്ടിട്ട്, അല്ലാതെ ബർത്തിന് മുന്നേ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും മറ്റേ CTG മെഷീനും കണക്ട് ചെയ്യും. പിന്നെ കത്തിയിട്ടിറങ്ങാനും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പാന്റ് ഇടാൻ പാടായിരിക്കില്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്. ഞങ്ങൾ ഇനി എന്തായാലും ഒരു 3 ആഴ്ചയും കൂടെ ഉള്ളൂ. 3 ആഴ്ച എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു വർഷം ഞങ്ങള് ഈ ഒരു ടൈം പീരീഡ് പോയത് അറിഞ്ഞില്ല അല്ലേ? പെട്ടെന്ന് എല്ലാം ഷടപടേന്നായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങള് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ മാനുവലി എല്ലാം ചെയ്യണം. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ള് പാക്ക് അവിടെ കിട്ടും അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്താം. എന്തെങ്കിലും മനുവിന് എക്സ്ട്രാ പറയാനുണ്ടോ? ഇല്ല, ഇത് ഹോസ്പിറ്റൽ ബാഗിന്റെ സംഭവങ്ങൾ. ഇത് കൂടാതെ നമ്മൾ ബേബി വരുന്നതിന് വേണ്ടിയിട്ടായിട്ട് കാർ സീറ്റ്, പിന്നെ നമ്മള് ആ സാധനങ്ങള്, ബേബിനെ കിടത്താനുള്ള സംഭവങ്ങള്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വേറെ നല്ല ചെലവുള്ള പരിപാടിയല്ലേ ഇത്? അയ്യോ, അത്യാവശ്യം ചെറിയ കാര്യമൊന്നുമല്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താ വരുന്നതെന്നറിയോ? നമ്മള് ബേബിയുടെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, ബേബിയുടെ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിന് പാകാകോ? പാകാതിരിക്കത്തില്ല. അല്ല, ചെലവിന്റെ കാര്യം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ലൈക്ക് ചെറിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും അല്ലേ എല്ലാവർക്കും. അത് കൊച്ചിനെ നോക്കണം, രണ്ടുപേർക്കും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളപ്പം പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ നാട്ടിലൊക്കെ പോയി റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ വരുമല്ലേ നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനും പരിപാടിയൊക്കെ. അപ്പൊ എന്തായാലും ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യണം. എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ ആഡ് ചെയ്തെന്നൊക്കെ പറയും. നാട്ടിലെങ്ങനെയായിരുന്നു? നാട്ടിലെ ചെക്ക് ലിസ്റ്റിൽ വേറെ വല്ലതും വ്യത്യാസമുണ്ടോ? നാട്ടിൽ എനിക്കൊന്നും മറ്റേ നമ്മൾ കിടക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു, ബേബിക്ക് കിടക്കാനുള്ള മാറ്റ് അല്ലേ? അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Love to do. And that will be the day. Bye.